الحمد لله الذي من آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وأوحى ربك إلى النحل أن اتخذي من الجبال بيوتا ومن الشجر ومما يعرشون ثم كلي من كل الثمرات فاسلكي سبل ربك ذللا يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس إن في ذلك لآية لقوم يتفكرون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം യഥാവിധി പാലിച്ചു ജീവിക്കുന്നതിലൂടെ മാത്രമാണ് ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ അനുസരിച്ചും അവന്റെ വിധിവിലക്കുകൾ പാലിച്ചും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.
ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കാരുണ്യവാനായ നാഥനോട് നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ അല്ലാഹു കബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തെക്കുറിച്ചുള്ള യഥാർത്ഥ സങ്കല്പം മനുഷ്യർക്ക് പകർന്നു നൽകുക എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ ഒന്ന്. ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടി ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ് ഖുർആനിന്റെ പ്രധാന ദൗത്യം. അതുകൊണ്ട് തന്നെ ഖുർആൻ അവതരിക്കുന്ന കാലത്ത് നിലനിന്നിരുന്ന അബദ്ധജടിലമായ മനുഷ്യവിരുദ്ധമായ ആശയങ്ങളെയും വിശ്വാസങ്ങളെയും സങ്കല്പങ്ങളെയും ഒക്കെ തിരുത്തി ശരിയാക്കുക എന്ന ഒരു ലക്ഷ്യത്തിനാണ് വിശുദ്ധ ഖുർആൻ അതിന്റെ അവതരണത്തിന്റെ ആദ്യഘട്ടം എന്നല്ല അതിന്റെ അധികകാലവും ഉപയോഗപ്പെടുത്തിയത് എന്ന് കാണാൻ പറ്റുന്നതാണ്. സാധാരണഗതിയിൽ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന നിയമങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് 3 തരത്തിലുള്ള നിയമങ്ങൾ ആണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നതെന്നാണ്. അതിൽ 1 വിശ്വാസപരമായ നിയമങ്ങളാണ്, 2 ധാർമ്മിക മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്, 3-മത്തത് മനുഷ്യന്റെ പ്രവൃത്തികളുമായി കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. കർമ്മങ്ങളുമായി പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന സ്വഭാവത്തിൽ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ അത്തരം നിയമങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഖുർആനിൽ ഉപയോഗപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആയത്തുകളുടെ എണ്ണം താരതമ്യേന കുറവാണ്. അതേസമയത്ത് ആ കർമ്മശാസ്ത്ര നിയമങ്ങളടക്കം വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നതിന്റെ ഒരു രീതി എന്ന് പറയുന്നത് വിശ്വാസവും ധാർമ്മിക മൂല്യവിചാരവും ജീവിതത്തെക്കുറിച്ചുള്ള യഥാവിധത്തിലുള്ള സങ്കല്പവും ഇഴചേർത്ത് അവതരിപ്പിക്കുക എന്നതാണ്. അപ്പൊ നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ ഭാവനകൾ, നമ്മുടെ ആശയപരമായ നമ്മുടെ ധാരണകൾ, ഇതൊക്കെയും ഖുർആനിന്റെ അടിസ്ഥാനത്തിലാവുക, അത് വിശുദ്ധ ഖുർആനിന് വിരുദ്ധമായ വിജ്ഞാന സ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിക്കപ്പെടുന്ന ആശയങ്ങളുടെയും ദർശനങ്ങളുടെയും പിൻബലത്തിലാകാതിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ തിരിച്ചറിയാനോ നേരിടാനോ നമുക്ക് വളരെ ശ്രമകരമായി തീരുന്ന, വളരെ പ്രയാസകരമായി തീരുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മൾ അഭിമുഖീകരിക്കുന്ന ആശയ സമരമായിരിക്കും. സാംസ്കാരികമായി അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, ഇവയെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രലോഭനങ്ങൾ, പ്രകോപനങ്ങൾ, പ്രചാരണങ്ങൾ, ഇവയുടെ കെണികളിൽ അകപ്പെട്ടു പോവുക എന്നതായിരിക്കും വിശ്വാസികൾ അഭിമുഖീകരിക്കുന്ന എല്ലാ കാലത്തുമുള്ള വെല്ലുവിളികളിൽ ഏറ്റവും വലുത്. അതുകൊണ്ട് അത്തരം കെണികളിൽ പെട്ടെന്ന് വീണുപോകാതിരിക്കാൻ വേണ്ടിയാണ്
വിശുദ്ധ ഖുർആൻ സവിശേഷമായി ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പൊതുവിൽ നമ്മുടെ വിശ്വാസ കാര്യങ്ങളെയും വിശ്വാസ ബോധ്യങ്ങളെയും അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളെയും സങ്കല്പങ്ങളെയും ധാർമ്മിക സങ്കല്പങ്ങളെയും മൂർച്ച കൂട്ടാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. പല മേഖലയിലും നമുക്ക് ഭീഷണിയാകുന്ന അപകടകരമായ കാഴ്ചപ്പാടുകൾ, സങ്കല്പങ്ങൾ ഇത് നമ്മളിലേക്ക് ഇൻജക്ട് ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ആ സ്വഭാവത്തിൽ ഏറ്റവും അപകടകരമായ ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളി എന്ന് പറയുന്നത് ലിബറലിസം എന്ന ആശയധാരയാണ് എന്ന് കഴിഞ്ഞ ഒരു ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള അപകടങ്ങളും ഭീഷണികളുമാണ് നമുക്ക് വരുത്തിവെക്കുന്നത് എന്നതിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാണ് സാമൂഹ്യ വിരുദ്ധമാകുന്നത്, സാമൂഹ്യ വിരുദ്ധതയിൽ അത് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത്, തകർക്കാൻ ശ്രമിക്കുന്നത് കുടുംബം എന്ന സ്ഥാപനത്തെയാണ്. അതെങ്ങനെയാണ് എന്നതൊക്കെയുള്ള സൂചനകൾ നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ നൽകുകയുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ആശയപരമായി നമ്മൾ നേരിടുന്ന സങ്കല്പങ്ങളിലും കാഴ്ചപ്പാടുകളിലും ഉണ്ടാകുന്ന അട്ടിമറികളിലൂടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ, ആ തെറ്റായ സങ്കല്പങ്ങളിൽ നിന്ന് മോചിതരായി വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വിധത്തിൽ ശരിയായ കാഴ്ചപ്പാടുകളെയും സങ്കല്പങ്ങളെയും നമ്മളിൽ രൂഢമൂലമാക്കുക, അതിനുള്ള ആസൂത്രിതമായ പ്രചാരണങ്ങളും അതിനാസൂത്രിതമായ വൈജ്ഞാനിക ശ്രമങ്ങളും അതിനാസൂത്രിതമായ ബോധവൽക്കരണങ്ങളും ഒക്കെ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. വിശുദ്ധ ഖുർആനിൽ സ്വർഗവാസികളെ കുറിച്ച് സൂറത്തു യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിക്കുന്ന ആയത്തുകളുടെ ഒരു തുടക്കം അങ്ങനെയാണ്. സ്വർഗവാസികൾ അവരന്നേ ദിവസം വല്ലാത്ത തിരക്കുകളിലായിരിക്കും. തിരക്കുകൾ എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന, ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന തിരക്കുകളിലല്ല, അങ്ങേയറ്റം ആസ്വദിച്ച് തമാശകൾ പറഞ്ഞ് സന്തോഷത്തിൽ അങ്ങനെ ആറാടി തിരക്കിലായി പോകുന്ന സാഹചര്യത്തിലാണ് സ്വർഗവാസികൾ ഉണ്ടാകുക. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. സ്വർഗീയ ആരാമങ്ങളിൽ പ്രത്യേകമായി സജ്ജമാക്കപ്പെട്ടിട്ടുള്ള ചാരുമഞ്ചങ്ങളിൽ മുഖാമുഖമിരുന്ന് അവരും അവരുടെ ഇണകളും കഴിയുന്ന രംഗത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് വിശദീകരിക്കുന്നു. ആ സ്വർഗീയ ആരാമങ്ങളുടെ തണലുകളിൽ, ചാരുമഞ്ചങ്ങളിൽ പരസ്പരം സല്ലപിച്ചും പരസ്പരം സന്തോഷം പങ്കുവച്ചും ഒക്കെ കഴിഞ്ഞുകൂടുന്ന ഒരു മനുഷ്യൻ അയാളുടെ ഇണ, അല്ലെങ്കിൽ മനുഷ്യന്മാർ അവരുടെ ഇണകൾ എന്ന ഒരു ചിത്രം വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നതാണ്. കുടുംബം എന്ന് പറയുന്നത് ഖുർആനിക സങ്കല്പമനുസരിച്ച് അതൊരു സ്വർഗീയമായ സംവിധാനമാണ്. അതിന്റെ തുടക്കം മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ അത് സ്വർഗത്തിൽ നിന്നാണ് അതിന്റെ തുടക്കം. ആദ്യത്തെ മനുഷ്യർ ഇണകളായി പടക്കപ്പെട്ടത് സ്വർഗത്തിലേക്കാണ്. അങ്ങനെ സ്വർഗത്തിൽ വെച്ച് തുടങ്ങിയിട്ടുള്ള കുടുംബം എന്ന് പറയുന്ന സംവിധാനം അത് ഭൂമിയിൽ അള്ളാഹുവിന്റെ വലിയ ഒരു ദൃഷ്ടാന്തമായി തിളങ്ങി വിളങ്ങി ഇവിടെ അത്ഭുതങ്ങളും വിസ്മയങ്ങളും പ്രകടിപ്പിച്ച് മുന്നോട്ട് പോയി. അത് മനുഷ്യർക്ക് വലിയ ഒരു ആലോചനാ വിഷയവും ചിന്താവിഷയവുമായി മാറി. അതുവഴി ആ ദൃഷ്ടാന്തമൊരുക്കിയ അള്ളാഹുവിനെ അറിയാനുള്ള അവസരങ്ങൾ ഒരുക്കി ഭൂമിയിൽ അത് മുന്നോട്ട് പോവുകയും ഒടുവിൽ അതേ കുടുംബം സ്വർഗത്തിലേക്ക് മടങ്ങി സ്വർഗീയ ആരാമങ്ങളിൽ ആ സ്വർഗ പൂന്തോപ്പുകളുടെ തണലിൽ വളരെ മികച്ച രീതിയിൽ ഒരുക്കപ്പെട്ട ചാരുമഞ്ചങ്ങളിൽ ആ കുടുംബം ശാശ്വതമായി അങ്ങനെ ഉല്ലസിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു സങ്കല്പം. ഇതാണ് കുടുംബത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വേണ്ടെന്ന് വെക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരർത്ഥത്തിൽ
അവധാനത പുലർത്താൻ കഴിയുന്ന, അനിഷ്ടം കാണിക്കാൻ കഴിയുന്ന, നിഷേധാത്മകമായ നിലപാട് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല കുടുംബം എന്നാണ് ഖുർആനിന്റെ കാഴ്ചപ്പാട്. ഇതിങ്ങനെ വളരെ ബേസിക്കായ ഒരു കാര്യം ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, പലതരത്തിലുള്ള സ്വാധീനങ്ങൾ കൊണ്ട് എന്തിനാണ് കുടുംബം എന്ന ആലോചനകൾ, അങ്ങനെയുള്ള വർത്തമാനങ്ങൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ തന്നെയും നാവുകളിലൂടെ വരുന്നുണ്ട്. പലപ്പോഴും അത് തമാശയായിട്ടാണ് വരുന്നത്. പക്ഷേ അതിങ്ങനെ വ്യാപകമായി അത് തമാശയുടെ വൃത്തത്തിൽ നിന്ന് വിട്ട് അതൊരു കാര്യമാകുന്ന അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നുണ്ട്. ആളുകൾ എന്തിനാണ് കുടുംബം, എന്തിനാണ് അത്തരം വയ്യാവേലികൾ, എന്തിനാണ് അത്തരം റിസ്കുകൾ എന്നാലോചിച്ചുകൊണ്ട് തുടങ്ങുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആലോചിച്ച് കുടുംബജീവിതത്തോട് വിമുഖത കാണിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. ഇത് മനുഷ്യന്റെ ഈ ഭൂമിയിലെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന അപകടമാണ് എന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ്. ഇത് മനുഷ്യന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നു, മനുഷ്യന്റെ ഒരു ജീവിതത്തെ ദുസ്സഹമാക്കാൻ പോകുന്നു, മനുഷ്യനെ വളരെ അപകടകരമായ കെണികളിലേക്ക് ഇത് കൊണ്ടുപോകാൻ കാരണമാകുന്നു എന്നത് തിരിച്ചറിയേണ്ടുന്ന ഘട്ടമാണ്. ഇസ്ലാമികമായി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ ഏത് തലങ്ങളിൽ നിന്ന് ആലോചിച്ചാലും കുടുംബഘടനയോട്, കുടുംബ സംവിധാനത്തോട്, കുടുംബജീവിതത്തോട് നിഷേധാത്മകമായ നിലപാടിന്റെ ഒരു തരിമ്പും സ്വീകരിക്കാനുള്ള ഒരനുമതിയും അതിനുള്ള ഒരു സ്പേസും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് ഉറച്ച് സങ്കല്പിക്കേണ്ടുന്ന കാലമാണിത്. നമുക്കൊരിക്കലും എന്തൊക്കെ കാര്യങ്ങളുണ്ടാകണം, നമ്മൾക്ക് പൊതുവെയുള്ള മനുഷ്യ ജീവിതത്തിന്റെ ഒരു പ്രകൃതം മാത്രമാണ് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്നത്. അത് പലതിന്റെ കാര്യത്തിലും നമുക്ക് തോന്നുകയും അനുഭവങ്ങൾ നമ്മളെ ആ അക്കരെ പച്ചയെ കുറിച്ചുള്ള ദിവാസ്വപ്നങ്ങൾ തിരുത്തിത്തരികയും ചെയ്യുന്ന അനുഭവങ്ങൾ ധാരാളം നമുക്കുള്ളതുപോലെ തന്നെയാണ്. കുടുംബജീവിതം വിട്ടുകൊണ്ടുള്ള, അതിന്റെ റിസ്കുകളില്ലാത്ത, അതിന്റെ ബാധ്യതകളില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ചുള്ള അക്കരെ പച്ച സ്വപ്നം അതുപോലെ തന്നെയാണ്. അവിടെ പലതുമുണ്ട്, അക്കരെ പലതുമുണ്ട്, അല്ലെങ്കിൽ അക്കരെ എന്തോ ഒന്നുണ്ട് എന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തോന്നുമെങ്കിലും അവിടെ അത് തന്നെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതില്ല എന്ന് മാത്രമല്ല, ഇക്കരെ നിൽക്കുമ്പോൾ ഇവിടെയുള്ള മറ്റു പലതും അവിടെ ഇല്ല എന്നതുകൂടിയാണ് യാഥാർത്ഥ്യം. പക്ഷേ നമ്മൾ നമ്മുടെ ഒരു വിഡ്ഢിത്തം കൊണ്ട് പലപ്പോഴും അക്കരെ പച്ചയിൽ അഭിരമിക്കുകയും അതാണ് ജീവിതം, അതാണ് സുഖകരം, അതാണ് ആനന്ദം, അതാണ് സ്വാതന്ത്ര്യമുള്ള ജീവിതം എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയൊരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ഈ ഭൂമിയിൽ വിഭാവന ചെയ്തിട്ടില്ല, ഒരുക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മനുഷ്യർ സമൂഹമായി ജീവിക്കുക, ആ സമൂഹം തന്നെ കുടുംബത്തിൽ നിന്ന് ഉരുവം കൊള്ളുക എന്നതാണ് അള്ളാഹുവിന്റെ തീരുമാനം. എല്ലാ തലങ്ങളിൽ നിന്നുള്ള മനുഷ്യ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ അത് പ്രധാനമാണ്. തഖ്വയെ കൊണ്ടുള്ള ഉപദേശം, ആത്മീയമായി കുടുംബം കൊണ്ടുള്ള പ്രയോജനം എന്നത് ദീനിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ. അവിടെ നിന്നാണ് അല്ലാഹുവുമായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധം തുടങ്ങുന്നത്. അല്ലാഹുവുമായിട്ട് നമ്മൾ പുലർത്തേണ്ടുന്ന ആത്മീയമായ ഒരു ബന്ധത്തിന്റെ ഖുർആനിലെ സാങ്കേതിക പദമാണ് തഖ്വ എന്ന് പറയുന്നത്. ഈമാനും ഇസ്ലാമും ഇഹ്സാനും എല്ലാം ചേരുന്ന മൊത്തം ജീവിത വിജയത്തിന്റെ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, തഖ്വയാണ് വിജയത്തിന്റെ മാനദണ്ഡം അല്ലാഹുവിന്റെ അടുത്ത്. അങ്ങനെയുള്ള ആ തഖ്വയെക്കുറിച്ചുള്ള ഉപദേശം അല്ലാഹു നൽകുമ്പോൾ യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, ജനങ്ങളെ, മനുഷ്യരെ, നിങ്ങൾക്ക് അല്ലാഹുവിനോട് ആത്മീയമായ ആ ബന്ധം തീർക്കുവാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അല്ലാഹുവിനെ സൂക്ഷിക്കുവാൻ, അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ, അല്ലാഹുവിന്റെ മാർഗദർശനം സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. എന്താണ് അതിന്റെ ന്യായം? നിങ്ങളുടെ റബ്ബ് നിങ്ങളെ ഒരൊറ്റ ആളിൽ നിന്ന് സൃഷ്ടിച്ചവനാണ്. ഒരൊറ്റ ആളിൽ നിന്ന് സൃഷ്ടിക്കുകയും
അതിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെ സൃഷ്ടിക്കുകയും എന്നിട്ട് അത് രണ്ടിൽ നിന്നും ഈ ഭൂമിയിലാകെ ധാരാളമായി പുരുഷന്മാരെയും സ്ത്രീകളെയും പടച്ചുണ്ടാക്കുകയും ചെയ്ത, അതങ്ങനെ അവർ ഈ ഭൂമിയിൽ ഇങ്ങനെ വ്യാപിക്കുവാൻ ഉള്ള സംവിധാനം ചെയ്യുകയും ചെയ്ത നിങ്ങളുടെ റബ്ബ്. അതുകൊണ്ട് അതോർത്ത് ആ മഹാത്ഭുതത്തെ, ആ മഹത്തായ സംവിധാനത്തെ ഓർത്ത്, ആ സംവിധാനത്തെ നിങ്ങൾക്കൊരുക്കി തന്ന നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന്റെ, അള്ളാഹുവിനോട് തഖ്വ പുലർത്തുന്നതിന്റെ ഒരു ന്യായമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്ന കാര്യമാണ്. അതുമാത്രമല്ല, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, അതുവഴിയാണ് കുടുംബ ബന്ധങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. ആ കുടുംബ ബന്ധങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതോടൊപ്പം സൂക്ഷിക്കേണ്ടതാണ്, കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ഈ ബാധ്യത നിങ്ങൾ ഏൽപ്പിച്ചതിന് ശേഷം ആ കുടുംബ സംവിധാനത്തെ, ആ കുടുംബ ബന്ധങ്ങളിലെ ബാധ്യതകളെ, ഊഷ്മളതയെ, കടപ്പാടുകളെ നിങ്ങൾ എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു എന്ന് നിങ്ങളുടെ റബ്ബ് നിരന്തരമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നത്. അതുകൊണ്ട് മതപരമായി, ആത്മീയമായ തലത്തിൽ ആലോചിച്ചാൽ നമുക്കൊരു നിലക്കും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത സംവിധാനമാണ് കുടുംബം എന്ന് പറയുന്നത്. അതല്ലാത്ത ആലോചനകൾ, നമ്മളിലേക്ക് കടന്നു വരുന്ന കാരണങ്ങളെല്ലാം ദുർബലമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. കാരണം ഒരു ഭാഗത്ത് ആ കുടുംബ ബന്ധത്തിന്റെ, ആ കുടുംബ സംവിധാനത്തിന്റെ പവിത്രതയും അത് കാത്തു സൂക്ഷിക്കാനുള്ള ബാധ്യതയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അറിവുകൾക്കറ്റമില്ലാത്ത, അറിവുകളിൽ ന്യൂനതയില്ലാത്ത, പിഴക്കാത്ത യുക്തിയുള്ള സാക്ഷാൽ അല്ലാഹുവാണ് എന്നിരിക്കെ ആ കുടുംബ ബന്ധത്തിന്റെ പ്രശ്നങ്ങൾ ഉന്നയിച്ച്, അതിന്റെ ദൗർബല്യങ്ങൾ ഉന്നയിച്ച്, അത് നമുക്കുണ്ടാക്കുന്ന അസ്വാതന്ത്ര്യങ്ങളെ ഉന്നയിച്ച് അതിനെ ദുർബലപ്പെടുത്താനുള്ള ആഹ്വാനങ്ങൾ നടത്തുന്നത് മറുഭാഗത്ത് കേവലം ജഡികേച്ഛകൾ മാത്രമുള്ള, ഭൗതികമായിട്ട് മാത്രം മനുഷ്യനെ ഒരു സാകല്യമായി, അവന്റെ ഭൗതിക ശരീരത്തിനപ്പുറം അവനുള്ള ആത്മീയ അംശത്തെ കാണാൻ കഴിയാത്ത കേവല ഭൗതികവാദികളായ മനുഷ്യരാണ് നമ്മളോട് കുടുംബത്തെ തകർത്ത് കളയാനുള്ള, കുടുംബത്തിൽ നിന്ന് മോചനം നേടാനുള്ള ആഹ്വാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ആരെയാണ് നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയുക? സംശയമില്ലാത്ത കാര്യമാണ്. അള്ളാഹുവിനെ മുഖവിലെടുത്തുകൊണ്ടല്ലാതെ ഈ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സന്തോഷവും ഒരു വിജയവും നേടിയെടുക്കാൻ കഴിയുകയില്ല എന്നത് ഉറപ്പുള്ള കാര്യമാണ്. ആത്മീയമായ ഒരു തലത്തിൽ മാത്രമല്ല, എല്ലാ തലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കുടുംബത്തെക്കുറിച്ച് പലതരത്തിൽ പറയുമ്പോൾ പറഞ്ഞിട്ടുള്ള നമുക്ക് വളരെ സുപരിചിതമായ ആയത്താണ് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. ജീവിതത്തിൽ ഒരു മനുഷ്യന് ഭൗതികതക്കപ്പുറം, ജഡികേച്ഛകൾക്കപ്പുറം, ശഹവാത്തിന് അപ്പുറം, വികാരങ്ങൾക്കപ്പുറം, വികാരങ്ങൾക്ക് എത്രയാണ് ആയുസ്സുള്ളത് നമ്മുടെ ജീവിതത്തിൽ എന്നത് നമ്മൾ ഓരോരുത്തരും ആലോചിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ശരീരത്തിന്റെ ഇച്ഛകളും ശരീരത്തിന്റെ വികാരങ്ങളും അത് തരുന്ന സുഖവും സന്തോഷവും അതനുഭവിക്കാൻ അവസരമുണ്ടായാൽ തന്നെ എത്ര സമയമാണ് അതിന്റെ ആയുസ് നമ്മുടെ ജീവിതത്തിൽ? 24 മണിക്കൂറിൽ ഒരാൾക്ക് എത്ര സമയമാണ് ഏറ്റവും പ്രധാനമായി തന്റെ ലൈംഗിക വികാരങ്ങൾ പോലും അതിൽ നിന്നുള്ള സുഖം അനുഭവിക്കാൻ കഴിയുക എന്നൊന്ന് ആലോചിച്ചു നോക്കുക. അത്രയേ ആ 24 മണിക്കൂറിൽ നമുക്ക് സുഖം അനുഭവിക്കാൻ കഴിയുന്ന ഏതാനും മിനിറ്റുകൾക്കപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ അത്തരം വികാരങ്ങൾക്ക് ഇടമില്ല എന്നതാണ്. ആ വികാരങ്ങൾക്കപ്പുറത്ത് നമ്മുടെ ആത്മാവിന്റെ സാധ്യതകൾ, ആ കേവലമായ വികാരങ്ങൾക്കപ്പുറത്ത് നമ്മുടെ ശരീരത്തിന്റെ തന്നെ സാധ്യതകൾ എന്ന് പറയുന്നത് വളരെ വിപുലമാണ്. ആ സാധ്യതകളെയൊക്കെ തള്ളിക്കളഞ്ഞ് കേവലം നൈമിഷികമായ വികാരങ്ങൾക്ക് അടിപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള ആഹ്വാനങ്ങളാണ് നമുക്ക് ഭൗതിക ദർശനങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെ ഒന്ന് നന്നായി ആസ്വദിക്കുവാൻ, ജീവിതത്തെ നിങ്ങൾക്ക് ശരിക്കൊന്ന് അനുഭവിക്കുവാൻ, ജീവിതത്തെ ആത്മീയമായി ഒന്ന് സമീപിക്കുവാൻ
നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അത് നിങ്ങളുടെ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ സക്കീനത്ത് വളരെ പ്രധാനമാണ്. മനസ്സിന്റെ സ്വസ്ഥത, സമാധാനം, ശാന്തത എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതിൽ പരസ്പരമുള്ള സ്നേഹവികാരങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതിൽ കാരുണ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇങ്ങനെ ജീവിതത്തിന് ഹരം പിടിപ്പിക്കുന്ന, ആവേശം കൊള്ളിക്കുന്ന, ജീവിതത്തിൽ നമുക്ക് വലിയ ആസ്വാദ്യത പകർന്നു തരുന്ന മൂല്യങ്ങൾ, വികാരങ്ങൾ, ഇതൊക്കെയും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സംഭാവനയാണ്, അള്ളാഹുവിന്റെ ദാനമാണ്. ആ അള്ളാഹുവിന്റെ ദാനം നിങ്ങൾക്ക് ലഭ്യമാകാൻ അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള വിഹിതമായ ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹലാലായ സ്വഭാവത്തിൽ ദാമ്പത്യ ബന്ധമുണ്ടാവുക, അതിലൂടെ നിങ്ങൾ ഒരു ഇണയെ കണ്ടെത്തുക. ആ ഇണ തന്നെയും നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു പ്രത്യേകമായി പടച്ചിട്ടുള്ള ഒരിണയെ കൂട്ടുപിടിച്ച് നിങ്ങൾ തുടങ്ങുന്ന ഒരു കുടുംബ സംവിധാനത്തിലൂടെയാണ് ഈ പറയുന്ന ജീവിതത്തിന്റെ ആസ്വാദനങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്ന എല്ലാ ഘടകങ്ങളും വന്നു ചേരുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആയത്തിന്റെ അവസാനത്തിലുള്ള പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. കേവലം ജഡിയേച്ഛകൾക്ക് വിധേയപ്പെടുന്നവരല്ല, വികാരങ്ങൾക്ക് അടിപ്പെടുന്നവരല്ല, ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന മനുഷ്യർക്കൊക്കെയും ഈ പറഞ്ഞ കാര്യത്തിൽ ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. അങ്ങനെ ഈ ഭൂമിയിലെ അള്ളാഹുവിന്റെ മഹത്തായ ഒരു ദൃഷ്ടാന്തമായി, വിസ്മയകരമായ അള്ളാഹുവിന്റെ വുജൂദിനെ കുറിച്ചും അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ചും അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ അടയാളമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കി തന്നിരിക്കുന്നു. ആ സംവിധാനം ഭൂമിയിൽ അങ്ങനെ പൂത്തുലഞ്ഞ് യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, ആ ജീവിതം അങ്ങനെ സുഖകരമായി മുന്നോട്ടു പോകുമ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗപ്പൂന്തോപ്പുകളുടെ തണലുകളിലേക്കാണ് ആ ജീവിതം ഇങ്ങനെ മന്ദം മന്ദം അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ പരസ്പരമുള്ള കടപ്പാടും ഉത്തരവാദിത്വവും മറന്നുപോകാതെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ സ്വർഗത്തണലുകളിലേക്കല്ലാതെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരാളെങ്കിലും വഴിതെറ്റി നരകക്കുണ്ടിലേക്ക് പതിച്ചു പോകാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ അവരെ നിങ്ങളെ നരകത്തിൽ നിന്ന് കാക്കുന്നത് പോലെ കാത്തു സംരക്ഷിക്കാൻ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. കുടുംബം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലം ദുനിയാവിലെ സൗകര്യത്തിന് വേണ്ടിയുള്ള, ദുനിയാവിലെ മാത്രം ബാധ്യതകളും അവകാശങ്ങളുമായും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംവിധാനമല്ല. മറിച്ച് നമുക്ക് നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുവാൻ നമുക്ക് ബാധ്യതയുള്ളവർ എന്ന് പറയുന്നവരാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. അത് ദീനീയായ ഒരു ബാധ്യതയാണ്, വിശ്വാസികളുടെ പേരിൽ അള്ളാഹു ഏൽപ്പിക്കുന്ന ബാധ്യതയാണ്. അതുകൊണ്ട് കേവലം വ്യക്തിവാദത്തിന്റെ പേരിൽ, സ്വാതന്ത്ര്യവാദത്തിന്റെ പേരിൽ, അടിപൊളി ജീവിതത്തിന്റെ പേരിൽ, പ്രകൃതി വിരുദ്ധത പോലും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നമ്മൾ തന്നെ സങ്കല്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ലിബറൽ ജീവിതം കൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ ആത്മീയമായ സൗഭാഗ്യങ്ങളെ നേടിയെടുക്കാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടപ്പാടുകളും നമ്മോട് മാത്രം നിർവഹിച്ച് അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല എന്നതാണ് ഖുർആൻ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സങ്കല്പം. ജീവിതത്തെക്കുറിച്ചും പൊതുവിലും അതിൽ കുടുംബഘടനയെക്കുറിച്ചും കുടുംബ സംവിധാനത്തെക്കുറിച്ചും അള്ളാഹു മുന്നോട്ട് വെക്കുന്ന സങ്കല്പങ്ങളും ഈ വിധത്തിൽ ധാരാളം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. അത് മനസ്സിലാക്കുക എന്നതും അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നിന്നും പൊതുവായും അതേപോലെ തന്നെ ഹദീസുകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ച് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടും ഒക്കെ വന്നിട്ടുള്ള ഒരു തത്വം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. ലാ യഫ്റഖു മുഅ്മിനുൻ മുഅ്മിനതൻ, ഒരു മുഅ്മിനും മുഅ്മിനത്തായ ഒരു പെണ്ണിനെ വെറുക്കരുത്, സ്ത്രീയെ വെറുക്കരുത്. ഇണയെക്കുറിച്ചാണ് ആ പറയുന്നത്. ഇണയായി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക അതേപോലെ ഈമാനുള്ള വിശ്വാസിനിയായ ഒരു സ്ത്രീയാണ്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു കുടുംബ ജീവിതത്തിൽ
അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെറുപ്പ് വെച്ചു പുലർത്തുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതിന് നിങ്ങൾ അടിസ്ഥാനപരമായി നിങ്ങൾക്കുണ്ടാകേണ്ടുന്ന ഒരു ബോധ്യം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ അവളിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് അനിഷ്ടകരമായാൽ അവളിൽ നിന്ന് ഇഷ്ടകരമായ ധാരാളം കാര്യങ്ങൾ മറുഭാഗത്ത് നിങ്ങൾക്കുണ്ടാകും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അക്കരെ പച്ചയെക്കുറിച്ചുള്ള ദിവാസ്വപ്നങ്ങളിൽ വീഴരുത്. പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ടാകും എന്നത് ഉറപ്പുള്ള കാര്യമാണ്. അതിനെയൊന്നും നിരാകരിച്ചുകൊണ്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ പവിത്രമായ സംവിധാനത്തെ മുറുകെ പിടിക്കുവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതൊക്കെ ഉള്ളതോടൊപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ വിചാരിച്ചാൽ അല്ലാഹുവിന്റെ മാർഗദർശനം അനുസരിച്ച് കുടുംബജീവിതത്തിൽ വിജയിക്കേണ്ടത് ദീന് കൊണ്ടാണ് എന്നും, ദീനെന്ന് പറഞ്ഞാൽ അദ്ദീനു ഹുസ്നുൽ ഖുലുഖ്, പരസ്പരമുള്ള പെരുമാറ്റത്തിലെ മര്യാദകളാണ് എന്നും തിരിച്ചറിയുന്ന ഘട്ടത്തിൽ നിങ്ങൾ ജീവിതത്തിൽ പൂർണ്ണമായി വിജയം നേടിയെടുക്കും എന്നുള്ള ഇസ്ലാമിന്റെ അധ്യാപനം മുൻനിർത്തിയാൽ നമുക്കുണ്ടാകുന്ന പരിക്കുകൾ വളരെ ചെറുതാണ്. പക്ഷേ അക്കരപ്പച്ചയിൽ വീണുപോകുന്ന ദുര്യോഗങ്ങൾ നമുക്കിടയിൽ ധാരാളമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. വിവാഹ ജീവിതത്തിലേക്ക്, വിവാഹത്തെ തന്നെയും കുടുംബജീവിതത്തിനെ തന്നെയും അപകടകരമായി കാണുന്നവർ, അതൊരു വയ്യാവേലിയായി കാണുന്നവർ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ സെപ്പറേറ്റ് ആകുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും അതിനെക്കുറിച്ചുള്ള ആദിയിൽ ജോലിയൊക്കെ നേടി സെറ്റിൽ ചെയ്തതിന് ശേഷം മാത്രമേ വിവാഹമാകാവൂ എന്ന തീർപ്പുകളിൽ എത്തിച്ചേർന്നത്. ഇങ്ങനെയുള്ള തെറ്റായ സങ്കല്പങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടായി തീർന്നിട്ടുള്ളത് വിശുദ്ധ ഖുർആനിന്റെ ഇതുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മളെ പരാജയപ്പെടുത്തുന്നത് നമ്മുടെ സങ്കല്പങ്ങളെയും നമ്മുടെ ഭാവനകളെയും നമ്മുടെ കാഴ്ചപ്പാടുകളെയും അട്ടിമറിച്ചുകൊണ്ടാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള, ജീവിതത്തിന്റെ വിശദാംശങ്ങളെ കുറിച്ചുള്ള സങ്കല്പങ്ങളിലേക്ക് തിരിച്ചു നടക്കാനുള്ള വൈജ്ഞാനിക ശേഷി, അതിനുള്ള ബോധം, അതിനുള്ള ചിന്ത, ആലോചന ഇത് നമുക്കുണ്ടാവുക എന്നത് ഈ കാലത്തെ അതിജീവനത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ, അവന്റെ മാർഗദർശനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അതിജീവിച്ച് അല്ലാഹുവിന് തൃപ്തികരമായ ഒരു ജീവിതം നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷവും സൗഭാഗ്യങ്ങളും വിജയവും നേടിത്തരുന്ന ഒരു ജീവിതം, അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار، اللهم أجرنا ووالدينا من النار. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعزنا بالإسلام وأعز الإسلام بنا. اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين. اللهم انصرهم على أعدائهم أجمعين. اللهم انصرهم واهزم أعداءهم يا رب العالمين.
ربنا توفنا مسلمين وألحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر.